നമസ്കാരം. ആഗോള കോർപ്പറേറ്റ് ലോകത്തെയും ഓഹരി വിപണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി വീണ്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സിംഹാസനം തിരിച്ചുപിടിച്ചു. ഫോബ്സിന്റെ പുതിയ റിയൽ ടൈം ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരം വെള്ളിയാഴ്ച മാത്രം അദാനിയുടെ ആസ്തിയിൽ $250 കോടി, ഏകദേശം 21,000 കോടി രൂപയുടെ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്ത് എന്ന വിശേഷണമുള്ള ബിസിനസ്സുകാരനാണ് ഗൗതം അദാനി. ഇതോടെ ഇന്ത്യൻ വ്യവസായ ലോകത്തെ പ്രബലനായ മുകേഷ് അംബാനിയെയും ചൈനീസ്, ജപ്പാനീസ് വ്യവസായ ഭീമന്മാരെയും ഒരേ സമയം പിന്നിലാക്കിയാണ് അദാനി ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. പുതിയ കണക്കുകൾ പ്രകാരം ഗൗതം അദാനിയുടെ ആകെ ആസ്തി $89.2 ബില്യൺ ഉയർന്നു. കുറച്ചുനാൾ ഒന്നാം സ്ഥാനം കൈക്കലാക്കിയ റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനി $88 ബില്യൺ തൊട്ടു പിന്നിലുണ്ട്. ലോകത്തിലെ തന്നെ മുൻനിര നിക്ഷേപക കമ്പനിയായ ജപ്പാനിലെ സോഫ്റ്റ് ബാങ്ക് തലവൻ മസായോഷി സൺ $87 ബില്യൺ, ചൈനീസ് ടെക് ഭീമനായ ബൈഡാൻസ്, ടിക്ടോക്ക് സ്ഥാപകൻ യാങ് ഷിമിങ് എന്നിവരെല്ലാം അദാനി ഗ്രൂപ്പിന്റെ അശ്വമേധം നിഷ്പ്രഭമാക്കി. ജാപ്പനീസ്, ചൈനീസ് ഓഹരി വിപണികളിൽ ഉണ്ടായ ഇടിവും അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ കുതിപ്പും ഈ സ്ഥാനം മാറ്റത്തിന് ആക്കം കൂട്ടി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഉപകമ്പനികളുടെ ഓഹരി വിലയിൽ ഉണ്ടായ വൻ മുന്നേറ്റമാണ് അദാനിക്ക് തുണയായത്. അദാനി ഗ്രീൻ എനർജി, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, അദാനി പവർ എന്നീ കമ്പനികളെല്ലാം വിപണിയിൽ വൻ നേട്ടമുണ്ടാക്കി. വെള്ളിയാഴ്ചയിലെ കണക്കനുസരിച്ച് അദാനി ഗ്രൂപ്പിന്റെ പ്രധാന 6 കമ്പനികളുടെ ആകെ വിപണി മൂല്യം $191 ബില്യൺ, ഏകദേശം 16 ലക്ഷം കോടി രൂപയിലധികം പിന്നിട്ട് കഴിഞ്ഞു. അമേരിക്കൻ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ഉയർത്തിയ ഓഹരി കൃത്രിമത്വ ആരോപണങ്ങളും സൗരോർജ്ജ കരാറുകളുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ അദാനിയുടെ സാമ്രാജ്യത്തിന് വലിയ ആഘാതമേൽപ്പിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തു നിന്ന് 20-ാം സ്ഥാനത്തിന് പുറത്തേക്ക് വരെ അദാനി വീണുപോയിരുന്നു. എന്നാൽ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ മാസം അദാനി ഗ്രൂപ്പിനെതിരെയുള്ള വഞ്ചനാ കുറ്റങ്ങൾ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞതോടെയാണ് അദാനിയുടെ അവിശ്വസനീയമായ തിരിച്ചുവരവ് ആരംഭിച്ചത്. കുറ്റാരോപണങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം മാത്രം അദാനിയുടെ വ്യക്തിഗത ആസ്തിയിൽ $10 ബില്യൺ വർധനവാണ് ഉണ്ടായത്. ട്രംപ് ഭരണകൂടവുമായുള്ള നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ അദാനി നടത്തിയ നിയമ പോരാട്ടങ്ങളും വിജയം കണ്ടതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ കാണുന്നത്. ചൈനീസ് കോടീശ്വരന്മാർ ഏഷ്യൻ വിപണിയിൽ മേധാവിത്വം പുലർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ കരുത്തുമായി അദാനി ഏഷ്യയുടെ തലപ്പത്ത് വീണ്ടും കിരീടം ചൂടുന്നത്. നിരവധി പ്രതിസന്ധികളെയും അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഗൗതം അദാനി നടത്തിയ തിരിച്ചുവരവ് അവിശ്വസനീയവും ചരിത്രപരവുമാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണങ്ങളും ഉയർത്തിയ വെല്ലുവിളികളിൽ തളരാതെ നിയമ പോരാട്ടങ്ങളിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അദാനി ഗ്രൂപ്പ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ചൈനീസ്, ജാപ്പനീസ് വ്യവസായ ഭീമന്മാരുടെ വെല്ലുവിളികളെ മറികടന്ന് ഒരു ഇന്ത്യൻ വ്യവസായി ഏഷ്യയുടെ കോർപ്പറേറ്റ് സിംഹാസനം വീണ്ടും അലങ്കരിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വ്യക്തമായ സൂചനയാണ്. ഓഹരി വിപണിയിലെ ഈ അശ്വമേധം അദാനി ഗ്രൂപ്പിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ആഗോളതലത്തിൽ കൂടുതൽ വിശ്വാസ്യതയും സ്വീകാര്യതയും നേടിക്കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.